കേരളത്തിൽ കേരളത്തിന് ആക്ച്വലി വലിയൊരു പൊട്ടൻഷ്യലുണ്ട്. അതായത് കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആക്ച്വലി ഹ്യൂമൻ പൊട്ടൻഷ്യലാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ശരിക്കും ഐ ടി വ്യവസായം ഇത്ര നന്നായിട്ട് വളരുന്നതും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് നമുക്ക് ജി സി സിയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻകം വരുന്നത്. അതും ഇവിടുത്തെ ഹ്യൂമൻ പൊട്ടൻഷ്യൽ വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എങ്ങനെയാണോ കേരള ടൂറിസം അനദർ ഒരു ഇൻകം ആക്കിയത്, അതൊരു ഒരു ഒരു പ്രൊജക്റ്റ് തന്നെയായിരുന്നു. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിലൂടെയാണ് ശരിക്കും കേരളത്തിൻ്റെ ടൂറിസം ഇത്രയും അധികം പുറത്തേക്ക് വളരുകയും അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് പുറത്തു പോവുകയും കേരളത്തിലാണെങ്കിലോ ഇന്ന് ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടൽസ് ഉള്ളത്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടൽസ് ഉള്ളത് കേരളത്തിലുമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടൂറിസം വളർന്നു. ശരിക്കും എനിക്ക് തോന്നുന്നു അതിനെ 10 ടൈംസ് അതിനേക്കാൾ കൂടുതൽ വളരാവുന്ന ഒരു ഫീൽഡാണ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഹയർ എഡ്യൂക്കേഷനെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്പേസ് ആക്കിയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഹയർ എഡ്യൂക്കേഷനെ ജസ്റ്റ് കൊണ്ടുപോയി സ്റ്റഡി ഇൻ കേരള എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അതിനെ വളർത്താൻ പറ്റില്ല. പക്ഷേ കേരളത്തിനെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്പേസ് ആക്കി മാറ്റുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹയർ എഡ്യൂക്കേഷൻ ഒരു 4 ഇയേഴ്സ് കൊണ്ട് എങ്ങനെ ഒരു സ്റ്റുഡൻറ്റിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മളിവിടെ കൂടുതൽ ആക്ടിവിറ്റീസ് നടത്തേണ്ടി വരും. ഇപ്പോൾ ഗൂഗിൾ അല്ലെങ്കിൽ മെറ്റ അല്ലെങ്കിൽ അതുപോലുള്ള വലിയ കമ്പനികളെ കൊണ്ടുവന്ന് ഈവൻറ്റ്സ് നടത്തേണ്ടി വരും. ഞാൻ ജസ്റ്റ് തോട്ട്സിൽ നിന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. ഇതൊരിക്കലും ഒരു സ്റ്റെപ്പ് ബൈ പ്രോസസ്സ് ഒന്നുമല്ല. അതിനെപ്പറ്റി ചിലപ്പോൾ ബ്രെയിൻ സ്റ്റോം ചെയ്യേണ്ടി വരും. അങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്തുകൊണ്ട് കേരളത്തിനെ എങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്പേസ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്നാൽ കേരളത്തിലേക്ക് ഒരുപാട് സ്റ്റുഡൻസ് പുറത്തുനിന്ന് വരും, അതർ സ്റ്റേറ്റുകളിൽ നിന്ന് വരും. കാരണം കേരളത്തിൽ നല്ല ലാൻഡ്സ്കേപ്പാണ്, ടൂറിസത്തിന് ആൾക്കാർ വരാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്, സേഫ്റ്റിയാണ്, ഏത് സ്റ്റേറ്റിനേക്കാളും ആൾക്കാർക്ക് സേഫായിട്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്, നല്ല ട്രാൻസ്പോർട്ടേഷൻ, അതുപോലുള്ള ഫെസിലിറ്റീസൊക്കെ അത്യാവശ്യം ക്ലീനും നീറ്റൊക്കെ തന്നെയാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻസിന് എന്തായാലും വരാം. പിന്നെ അതിനേക്കാൾ കൂടുതൽ കേരളം ഒരു ഇൻ്റലിജൻറ്റ് സ്പേസ് ആയിട്ടാണ്, അതായത് ഒരു ലിറ്ററസി റേറ്റ് ഹൈ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്റ്റേറ്റ് ആയിട്ട് തന്നെയാണ് ബാക്കിയുള്ള ഇന്ത്യയിലെ ആൾക്കാർ കാണുന്നത്.